പല ബോക്സിലായി പല രീതിയിലുള്ള കളറുകളെ കാണുവാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഈ കളർ പോരാ എങ്കിൽ മോർ കളേഴ്സ് എന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഇതേ രീതിയിൽ പല കളറിനെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ കസ്റ്റം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കളർ സെലക്ട് ചെയ്താൽ അതിൻ്റെ തന്നെ ഡെപ്ത് കൂട്ടിയും കുറച്ചും നമുക്ക് ഈ രീതിയിൽ സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്കറിയാം സെലക്ട് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് ആ കളറായിരിക്കുകയാണ്. മറ്റൊരു കളർ നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്ത കളറിലേക്ക് ബ്ലാക്ക് കളറിൽ നിന്നും ഈ ക്യാരക്ടേഴ്സ് സെലക്ട് ചെയ്തിരിക്കുന്ന ആ കളറിലേക്ക് മാറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പാരാഗ്രാഫിൻ്റെ അല്ലെങ്കിൽ ഈ 3 ലൈനിൻ്റെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് വൈറ്റ് കളറിൽ തന്നെയാണ്. എന്നാൽ ഈ സെലക്ട് ചെയ്തിരിക്കുന്ന ഈ 3 ലൈന് ഹൈലൈറ്റ് ചെയ്യുവാൻ വേണ്ടി നമുക്ക് ഇവിടെ നിന്നും മറ്റൊരു കളർ, ഇപ്പോൾ യെല്ലോ കളർ നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പം ശ്രദ്ധിക്കുക, സെലക്ട് ചെയ്ത ആ 3 ലൈനും യെല്ലോ ബാക്ക്ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ യെല്ലോ കളർ ഹൈലൈറ്റ് ചെയ്യുന്നത് കാണുവാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ ഈ പേജിൽ ഇത്രയും ഒരു ടൈമിൽ നമുക്ക് ചെയ്യാൻ സാധിച്ചു. അതിനുശേഷം നമുക്ക് പെട്ടെന്ന് കമ്പ്യൂട്ടറിൽ നിന്നും മറ്റൊരു ജോബിലേക്ക് മാറേണ്ടതായിട്ട് വരികയാണ്. അപ്പോൾ മറ്റൊരു അവസരത്തിൽ നമുക്ക് വീണ്ടും ഈ ചെയ്ത അത്രയും ഡോക്യുമെൻറ്റിനെ തിരികെ ലഭിക്കുവാൻ വേണ്ടി നമുക്കിതിനെ കമ്പ്യൂട്ടറിനുള്ളിലേക്ക് സൂക്ഷിച്ചു വയ്ക്കണം. ഇങ്ങനെ സൂക്ഷിച്ചു വയ്ക്കുവാൻ വേണ്ടി നമുക്ക് ഫയൽ എന്ന മെനുവിൽ നിന്നും സേവ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ എവിടെയാണ് സേവ് ചെയ്യേണ്ടത്, സേവ് ഇൻ, നമുക്കിവിടെ മൈ ഡോക്യുമെൻറ്റ്സിലേക്ക് സേവ് ചെയ്യാം. ഇവിടെ ഏത് പേരിലേക്കാണ് നമ്മളിവിടെ സേവ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഇപ്പോൾ ഒരു പേരിൽ മീഡിയ എന്ന പേരിൽ നമുക്കിവിടെ സേവ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ക്ലോസ് ചെയ്തു. മറ്റൊരു അവസരത്തിൽ വീണ്ടും നമുക്ക് വേഡ് എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം ആ മീഡിയ എന്ന ഡോക്യുമെൻ്റ് വീണ്ടും ഓപ്പൺ ചെയ്യുവാൻ വേണ്ടി ഫയൽ എന്ന മെനുവിൽ നിന്നും ഓപ്പൺ കമാൻഡ് ഉപയോഗിക്കാം. ഓപ്പൺ എന്ന മെനുവിൽ അല്ലെങ്കിൽ ഈ വിൻഡോയിൽ ഇവിടെ മീഡിയ എന്ന നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഫയൽ കാണുവാൻ സാധിക്കും. അത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഓപ്പൺ പ്രസ് ചെയ്യുക. ഇപ്പോൾ ആ ഡോക്യുമെൻ്റാണ് തിരികെ ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വീണ്ടും നമുക്ക് ഇതിൽ ചില മാറ്റങ്ങൾ വരുത്തിയതിന് ശേഷം വീണ്ടും നമുക്ക് ആ പേരിലേക്ക് തന്നെ പുതിയതായി വരുത്തിയ മാറ്റങ്ങളെ വീണ്ടും സേവ് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വീണ്ടും ഇവിടെ പുതുതായിട്ട് വന്നു ചേർന്ന ഈ ഫോർമാറ്റിംഗ് സേവ് ചെയ്യുവാൻ വേണ്ടി ആ പേരിലേക്ക് തന്നെ സേവ് ചെയ്യാൻ വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്ത് വീണ്ടും സേവ് എന്ന് കൊടുത്താൽ മതിയാവും. എന്നാൽ നമുക്കിവിടെ ഈ ഡോക്യുമെൻറ്റിനെ ഇപ്പോൾ ഇവിടെ കാണുവാൻ സാധിക്കും മീഡിയ എന്ന് ഇവിടെ ഈ ഡോക്യുമെൻറ്റിൻ്റെ നെയിം ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ മീഡിയ എന്ന ഈ പേരിലല്ലാതെ മറ്റൊരു പേരിലേക്കും കൂടി ഈ ഡോക്യുമെൻറ്റിനെ സേവ് ചെയ്തു വയ്ക്കുവാൻ വേണ്ടി ഫയലിൽ നിന്നും നമുക്ക് സേവ് ആസ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കാം. സേവ് ആസ് നമുക്കിപ്പം മീഡിയ എന്ന പേരിൽ നിന്നും മീഡിയ 01 എന്ന പേരിലേക്ക് മറ്റൊരു പേജ് അറേഞ്ച് ചെയ്യാം. അതിനുശേഷം സേവ് പ്രസ് ചെയ്യുകയാണ്. ഇപ്പോൾ ഓപ്പൺ കമാൻഡ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മീഡിയ എന്ന് പറയുന്ന ഒരു പേജും അതുപോലെ തന്നെ മീഡിയ 01 എന്ന് പറയുന്ന ഒരു പേജും ഇവിടെ കാണുവാൻ സാധിക്കും. നാം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഇവിടെ പ്രിന്റ് പ്രിവ്യൂ എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഈ രീതിയിൽ പേജിനെ കംപ്ലീറ്റ് ഡിസ്പ്ലേ ചെയ്യാം. അതുപോലെ തന്നെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പഴയ വ്യൂയിലേക്ക് തിരിച്ചു വരും. ഇവിടെ നിന്നും വ്യൂ എന്ന മെനു ക്ലിക്ക് ചെയ്ത് അതിലെ സബ് കമാൻഡായ നോർമൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു നോർമൽ വ്യൂവിലാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഈ ഓപ്ഷൻസ് തന്നെ നമുക്ക് ഇവിടെ നിന്നും ലഭിക്കുന്നതാണ്.
അതുപോലെ തന്നെ വെബ് ലേഔട്ട് വ്യൂ ക്ലിക്ക് ചെയ്താൽ നോർമൽ വ്യൂവിൻ്റെ താഴെ കാണാം വെബ് ലേഔട്ട്. അത് ഷോർട്ട്കട്ടായി ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതുപോലെ സെലക്ട് ചെയ്യാവുന്നതാണ്. വെബ് ലേഔട്ട് വ്യൂ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ലെഫ്റ്റ് മുതൽ റൈറ്റ് സൈഡ് വരെ ഇവിടെ ഈ പാരഗ്രാഫ് കാണുവാൻ സാധിക്കും. എന്നാൽ സാധാരണയായി പേജ് ഡിസ്പ്ലേ ചെയ്യുന്ന പ്രിന്റ് ലേഔട്ട് വ്യൂവിൽ നിന്നാണ് സാധാരണ വർക്ക് ചെയ്യുന്നത്. ഈ ഡോക്യുമെന്റിലെ ഇവിടെ 2 ലൈൻ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഫോർമാറ്റ് എന്ന മെനുവിൽ നിന്നും ഫോണ്ട് കമാൻഡ് സെലക്ട് ചെയ്ത് ഇപ്പോൾ ഇവിടെ ലഭിച്ചിരിക്കുന്ന വിൻഡോയിൽ നേരത്തെ പറഞ്ഞിരുന്നു ഫോണ്ടിൻ്റെ സ്റ്റൈല് ടൈംസ് ന്യൂ റൊമാൻ ആണ്. ഈ സ്റ്റൈലിനെ നമുക്ക് മറ്റൊരു സ്റ്റൈലിലേക്ക് ഇവിടെ അതിൻ്റെ ഡിസ്പ്ലേ കാണുവാൻ സാധിക്കുന്നതാണ്. ഈ രീതിയിൽ പ്രിവ്യൂ കണ്ടുകൊണ്ട് നമുക്ക് പല ഫോണ്ടുകൾ ഇവിടെ അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ബോൾഡ്, ഇറ്റാലിക് ഇങ്ങനെയുള്ള ഓപ്ഷൻസും ഫോണ്ടിൻ്റെ സൈസ്, അതുപോലെ തന്നെ ഫോണ്ടിൻ്റെ കളറ്, അണ്ടർലൈൻ ഏത് രീതിയിലുള്ള അണ്ടർലൈൻ വേണം എന്നും ഇവിടെ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. എന്നാൽ ഇവിടെ എഫക്ട്സ് എന്ന മെനുവിൽ നിന്നും ഇവിടെ കുറച്ച് ഓപ്ഷൻസിൽ സ്ട്രൈക്ക് ത്രൂ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സെൻട്രൽ ലൈനിലൂടെ ഒരു വര കാണുവാൻ സാധിക്കും. ഡബിൾ സ്ട്രൈക്ക് കൊടുത്തു കഴിഞ്ഞാൽ 2 ലൈനുകൾ ഈ രീതിയിൽ കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ സൂപ്പർസ്ക്രിപ്റ്റ് സബ്സ്ക്രിപ്റ്റ് എന്ന ഓപ്ഷൻ സൂപ്പർസ്ക്രിപ്റ്റ് ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഈ രീതിയിൽ സാധാരണ നമ്മളത് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഈ ST എന്നുള്ളത് നമുക്കറിയാം മുകളിലായി ആണ് വരുന്നത്. അതിനാണ് ഈ രീതിയിൽ സൂപ്പർസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ അത് ഓൺ ചെയ്യുമ്പോൾ നമുക്കറിയാം ഓക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിലാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. എന്നാൽ സബ്സ്ക്രിപ്റ്റ് എന്ന കമാൻഡ് കൊടുക്കുമ്പോൾ അത് താഴെ വരുന്നത് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഷാഡോ, ഇപ്പോൾ ഒരു ചെറിയ ഷാഡോയാണ് വന്നിരിക്കുന്നത്. ഔട്ട്ലൈൻ, എംബോസ്, എൻഗ്രേവ് അങ്ങനെയുള്ള പല ഓപ്ഷനും അല്ലെങ്കിൽ പല എഫക്ട്സുകളും ഇവിടെ നിന്ന് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ക്യാരക്ടർ സ്പേസിങ്, ഇപ്പോൾ സാധാരണ രീതിയിൽ ക്യാരക്ടേഴ്സ് അതിൻ്റെ സ്കെയില് 100% ആണ് സാധാരണ ഡിഫോൾട്ടായിട്ട് സെറ്റ് ചെയ്യുന്നത്. അതിനെ നമുക്ക് കൂട്ടുകയും അതുപോലെ തന്നെ കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അക്ഷരങ്ങൾ തമ്മിലുള്ള സ്പേസിങ് നമുക്ക് ഇവിടെ അറേഞ്ച് ചെയ്യാവുന്നതാണ്. അതിൻ്റെ പൊസിഷനെ നമുക്ക് ഈ രീതിയിൽ ഇവിടെ സെലക്ട് ചെയ്ത് നമുക്ക് അറേഞ്ച് ചെയ്യാം. എന്നാൽ വേർഡ് ഡോക്യുമെൻറ്റിൽ ഡിഫോൾട്ടായി കിടക്കുന്ന ഈ സെറ്റിങ്സിനെ സാധാരണ കേസിൽ നമ്മൾ ചേഞ്ച് ചെയ്യാറില്ല. ടെക്സ്റ്റ് എഫക്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലിങ്കിങ് ബാക്ക്ഗ്രൗണ്ട് എന്ന ഓപ്ഷൻ കാണാം. ഈ ഓപ്ഷൻസ് സെലക്ട് ചെയ്ത് നമുക്ക് ഈ രീതിയിൽ ഒരു എഫക്റ്റിനെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഈ ഡോക്യുമെൻറ്റിൽ ഒരു പേജിൽ ഏതാണ്ട് കംപ്ലീറ്റ് മാറ്റർ ടൈപ്പ് ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഒരു പേജ് അവസാനിക്കുന്ന ഈ പോർഷനിൽ വീണ്ടും നമ്മുടെ മാറ്റർ ഇനിയും ടൈപ്പ് ചെയ്യാനുണ്ട് എങ്കിൽ നമുക്കറിയാം എൻ്റർ കീ ഉപയോഗിച്ച് അടുത്ത ലൈനിലേക്ക് മൂവ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മളിവിടെ ടൈപ്പ് ചെയ്യുകയാണ്. ഇങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ ആ പേജിൽ തികയാതെ വന്നു കഴിഞ്ഞപ്പോൾ പുതുതായി ഒരു ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്ത് ആ ഡോക്യുമെൻറ്റിലേക്ക് ആ ലൈൻ മൂവ് ചെയ്യുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അപ്പോൾ ഈ രീതിയിൽ പുതിയ ഒരു ഡോക്യുമെൻ്റ് എൻ്റർ ചെയ്ത് ടൈപ്പ് ചെയ്യുമ്പോൾ ഡിഫോൾട്ടായി തന്നെ ക്രിയേറ്റ് ചെയ്യുന്നു. എന്നാൽ നമുക്ക് ഇപ്പോൾ ഒന്നാമത്തെ പേജിൽ തന്നെ ഇവിടെ 3 പാരഗ്രാഫ് ശേഷം അല്ലെങ്കിൽ സെലക്ട് ചെയ്തിരിക്കുന്ന ഈ ലൈന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇപ്പോൾ ഇത് ഒന്നാമത്തെ പേജിലാണ് ഇപ്പോൾ ഇത് ഈ പാരഗ്രാഫ് എൻ്റർ ചെയ്തിരിക്കുന്നത്. എന്നാൽ കഴ്സർ
ബ്ലിങ്ക് ചെയ്യുന്നതിന് ശേഷമുള്ള പാരഗ്രാഫ് നമുക്ക് അടുത്ത പേജിലേക്ക് മാറ്റുവാൻ വേണ്ടി, അല്ലെങ്കിൽ ഇവിടെ വെച്ച് പേജിനെ മുറിക്കുവാൻ വേണ്ടി ഈ രീതിയിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്തതിന് ശേഷം ഇൻസെർട്ട് എന്ന മെനുവിൽ നിന്നും ബ്രേക്ക് എന്ന ഓപ്ഷൻ ഉപയോഗിക്കാം. ഇവിടെ ബ്രേക്ക് ടൈപ്സ് പല രീതിയിലുള്ള കോളം ബ്രേക്ക്, ടെസ്റ്റ്, റാപ്പിംഗ് ബ്രേക്ക് എന്ന പല ടൈപ്പ് യൂസ് ചെയ്യാം. നമുക്കിവിടെ പേജിനെയാണ് ബ്രേക്ക് ചെയ്യേണ്ടത്. ഇവിടെ ഓക്കെ പ്രസ് ചെയ്യുമ്പോൾ നമുക്കറിയാം 3 പാരഗ്രാഫ്, അതിനുശേഷം അല്ലെങ്കിൽ കർസർ നിന്നിരുന്ന ആ ലൈന് നെക്സ്റ്റ് ലൈൻ മുതൽ രണ്ടാമത് ഒരു പുതിയ പേജിലേക്ക് മാറിയിരിക്കുകയാണ്. ഈ രീതിയിൽ നമുക്ക് പാരഗ്രാഫിനെ എഡിറ്റ് ചെയ്ത് ടെക്സ്റ്റിനെ നമുക്ക് പല പേജുകളായി വിഭജിക്കുവാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഇതുപോലെ തന്നെ ഈ പേജ് നമുക്ക് റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ ഈ മാറ്റർ ഈ പേജിലേക്ക്, ആദ്യത്തെ പേജിലേക്ക് തന്നെ തിരിച്ചു പോകണം എങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം കീബോർഡിൽ ബാക്ക് സ്പേസ് ഉപയോഗിക്കുമ്പോൾ വീണ്ടും ഒന്നാമത്തെ പേജിലേക്ക് തന്നെ ആ ടെക്സ്റ്റ് വരുന്നതായി കാണുവാൻ സാധിക്കും.